ഹേ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നമ്മൾ കേൾക്കുന്ന ന്യൂസാണ് JSW ഇന്ത്യയിൽ പുതിയ കാറുകൾ ഇറക്കാൻ പോകുന്നു. അത് ആദ്യം ടീസ് ചെയ്യുന്നു, പിന്നെ ടെസ്റ്റ് ചെയ്യുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട്. അതും ഓരോ 5-6 മാസം കൂടുമ്പോഴൊക്കെ പുതിയ വണ്ടികൾ ഇറക്കുമെന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. ഏതായാലും അവരുടെ വണ്ടികളുടെ ലോഞ്ചിൻ്റെ പ്ലാൻ ചിലപ്പോൾ ഈ വർഷത്തിൽ നിന്ന് കുറച്ച് ഡിലേ ആയേക്കാം. കാരണം അവർക്ക് ചൈനയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള ഹോംലൊക്കേഷൻ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ മെയിനായിട്ട് വണ്ടിയുള്ളവരിവിടെ അവരുടെ സാംബാജി നഗർ ഛത്രപതി പ്ലാന്റിൽ ലോക്കലി അസംബിൾ ചെയ്യുക അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുക, അതായത് CKD ആയിട്ട് കൊണ്ടുവരിക അല്ലെങ്കിൽ അവിടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് നോക്കുന്നത്. എനിവേ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത് ജെറ്റോറിൻ്റെ T2 IDM ബേസ്ഡ് ആയിട്ടുള്ള, അതായത് ജെറ്റോർ T2 പ്ലഗ് ഇൻ ഹൈബ്രിഡ് വാഹനത്തിൻ്റെ ലോഞ്ചിനെ പറ്റിയായിരുന്നു. ആ വണ്ടിയാണ് ആദ്യം ഇറങ്ങുന്നതെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോൾ പിന്നെയും നമുക്ക് എക്സ്റ്റെൻസീവിൽ കാണാൻ പറ്റുന്നത് ബൈ ദ വേ ഇത് G-Wagon അല്ല, ഇത് ചെറിയുടെ തന്നെ iCar V23 എന്ന് പറഞ്ഞ ഒരു വാഹനമാണ്. അതായത് ചെറിയുടെ iCar എന്ന് പറഞ്ഞൊരു ബ്രാൻഡുണ്ട്. ഇവർ ബേസിക്കലി 3 കമ്പനികളിൽ നിന്നാണ് ചെറിയുടെ വണ്ടികൾ കൊണ്ടുവരുന്നത്. ഒന്ന് നമ്മൾ ആദ്യം പറഞ്ഞ ജെറ്റോർ, പിന്നെ ജേക്കോ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ J5 അവരിവിടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെയാണ് ഈ വണ്ടി വരുന്നത് iCarൻ്റെ V23 ആണെന്ന് തോന്നുന്നു. എന്താണെങ്കിലും ഈ പേരൊന്നും നമുക്ക് ഇവിടെ വരാൻ പോകുന്നില്ല, നമുക്ക് വേറെ പേരെ കിട്ടുള്ളൂ. ഈ വണ്ടി എക്സ്റ്റീരിയർ ലുക്ക് കാണും, ഇതൊരു ലൈഫ് സ്റ്റൈൽ ബേസ്ഡ് വണ്ടി പോലെയാണ് അവർ അവിടെയും ഇവിടെയൊക്കെ മാർക്കറ്റ് ചെയ്യാൻ പോകുന്നത്. ബേസിക്കലി നമ്മുടെ ഒരു എവിടേക്കോ വേറെ കുറേ വണ്ടികളിലൊക്കെ ഡിസൈനൊക്കെ നിങ്ങൾക്ക് കാണാം. ഫ്രണ്ട് നമുക്ക് റൗണ്ട് ഹെഡ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. ഞാനിതിൻ്റെ ഫ്രണ്ട് ഡിസൈൻ്റെ അത്ര വലിയ ഫാനല്ല, കുറച്ചധികം കോക്കിയാണ് ഈ വണ്ടി. പിന്നെ നമുക്ക് വലിയ വീൽസും അതുപോലെ ഭയങ്കര ഒരു റഗഡ് ആയിട്ടുള്ളൊരു ഡിസൈനാണ്. പക്ഷേ ഈ വണ്ടി ഓൾ ഇലക്ട്രിക് കാറ്റഗറിയിലാണ് വരുന്നത്. ഇനി ഡയമെൻഷൻസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇത് ഒരു രീതിയിൽ ചെറുതല്ല. ലെങ്ത് ഒന്നും വലിയ കാര്യമായിട്ടില്ല, 4220 mm അടുത്തേ ഉള്ളൂ. പക്ഷേ ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ട് തന്നെ വീൽ ബേസ് വളരെ കൂടുതലാണ്. 2730 mm ആണ് ഇതിൻ്റെ വീൽ ബേസ്. പിന്നെ വിഡ്ത്ത് അത് ഈ സെഗ്മെൻറ്റിന് നല്ല ഈ കാറ്റഗറി ഇത്രയും ലെങ്ത് ഉള്ള വണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ലെങ്ത് തന്നെ ആയിരിക്കും. 1915 mm ആണ് ഈ വണ്ടിയുടെ ലെങ്ത് വരുന്നത്. ഹൈറ്റും 1845 mm ഉണ്ട്, ഒരു രീതിയിലും കുറവല്ല. സോ ഡയമെൻഷൻസിൻ്റെ കാര്യത്തിൽ ഈ വണ്ടി വളരെ വളരെ വലുതാണ്. ഫ്രണ്ടിൽ നിന്ന് കുറച്ച് വിയേർഡ് ലുക്കാണെങ്കിലും സൈഡിൽ നിന്ന് നല്ലൊരു ബോക്സി പ്രൊപ്പോർഷനേറ്റ് ആയിട്ടൊരു ലുക്കാണ് ഈ വണ്ടിക്ക് കിട്ടുന്നത്. അതുപോലെ ബാക്കിൽ നിന്ന് നോക്കുകയാണെങ്കിൽ പക്ക G-Wagon ആണ്. അതായത് നമുക്ക് ടെയിൽ ലാംപ്സിൻ്റെ ഒരു ഡിസൈനൊക്കെ ഏകദേശം അതുപോലെ തന്നെയാണ് അവർ വെച്ചിരിക്കുന്നത്. പിന്നെ നല്ലൊരു പക്ക ബോക്സ് പോലത്തെ ഡിസൈൻ ആയതുകൊണ്ട് അതിൻ്റെ ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജും പറയാം. പിന്നെ ഒരു ചെറിയ സ്റ്റോറേജ് കമ്പാർട്ട്മെൻറ്റ് പോലത്തെ സാധനം ഒരു ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ സ്പെയർ വീലല്ല, പക്ഷെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വേണേൽ വെക്കാം. അതായത് ഇതിൻ്റെ ചാർജർ വെക്കണമെങ്കിൽ അവിടെ വെക്കാൻ പറ്റും. വേറെ ഫ്രണ്ട് സ്പേസ് ഒക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. സാധാരണ ഇലക്ട്രിക് വണ്ടികളൊക്കെ ഉണ്ടാവുന്നതാണ്. റിയർ വീൽ ഡ്രൈവ് അല്ലെങ്കിൽ ഓൾ വീൽ ആയിട്ടാണ് വരുന്നത്, നമുക്ക് പറയാം. പക്ഷേ ഏതായാലും ഇതാണ് ഈ വണ്ടിയുടെ മൊത്തത്തിലുള്ളൊരു ബാക്ക് ഡിസൈൻ. പിന്നെ നമുക്ക് ഇന്ത്യയിൽ ടെസ്റ്റ് ചെയ്യുന്ന വണ്ടിക്കും ഈ ബാക്കിൽ ചെറിയൊരു എക്സ്ട്രാ ബൾജിങ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത് മിക്കവാറും നമുക്ക് ഇവിടെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി ഇൻറ്റീരിയർ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഇതിപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടികൾ നിങ്ങൾ കാണുന്നു, പക്ഷെ നമുക്ക് എന്തായാലും റൈറ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടിയെ കിട്ടുള്ളൂ. എന്തൊക്കെയായാലും ഡാഷ്ബോർഡ് ലേഔട്ടൊക്കെ വളരെ സുപരിചിതമായിട്ടുള്ളൊരു ലേഔട്ട് ആയിരിക്കും. കാരണം ഇപ്പോൾ ചെറിയുടെ വണ്ടികളിൽ മിക്കതിലും ഏകദേശം ഇതുപോലത്തെ ഒരു വലിയ സ്ക്രീൻ ഉണ്ടാവും. അതുപോലെ സ്റ്റിയറിംഗ് വീലിൻ്റെ ഡിസൈൻ മിക്ക വണ്ടികളിലും ഏകദേശം സിമിലർ ആയിരിക്കും, കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടാവുള്ളൂ. എനിക്കിത് കണ്ടിട്ട് നമ്മുടെ MGയുടെ ചില വണ്ടികളിൽ, അതായത് ബോളിങ്ങിൻ്റെ വണ്ടികളിലൊക്കെ ഒരു ചെറിയ ഓർമ്മ വരുന്നുണ്ട്. പിന്നെ ഈവൻ നമ്മുടെ ജെറ്റോർ T2 ആണെങ്കിൽ പോലും ഏകദേശം ഒരു സിമിലർ ആയിട്ടുള്ള ലേഔട്ടൊക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ ഓരോ പ്രൈസ് സെഗ്മെൻറ്റ് ഇങ്ങനെ മാറുന്നതനുസരിച്ച് അവർ നമ്മുടെ ഡാഷ്ബോർഡ് ക്വാളിറ്റി, ഇൻറ്റീരിയർ ക്വാളിറ്റി, മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി അതിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ അത് മാത്രമേ മെയിനായിട്ട് ഉണ്ടാവുള്ളൂ. ബാക്കി സംഭവങ്ങളൊക്കെ ഒരു പരിധിവരെയൊക്കെ സിമിലർ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ സ്ക്രീനിനെ പറ്റിയും പറഞ്ഞില്ല. നമുക്ക് 15.4 ഇഞ്ച് സൈസ് വരുന്നൊരു വളരെ വലിയ സ്ക്രീനാണ് ഇതിനകത്ത് കിട്ടുന്നത്. താങ്ക്ഫുള്ളി അവർ താഴത്ത് നമ്മുടെ AC കൺട്രോൾസിന് മാനുവൽ ബട്ടൺസ് പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട് ചില വണ്ടികളിൽ. ചിലതിൽ എന്താ ഇല്ലാത്തത് എനിക്കറിയില്ല. എനിവേ ഈ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇതിൻ്റെ അകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം ഡെഫിനറ്റ്ലി കിട്ടുന്നുണ്ട്. അതുപോലെ 7 സ്പീക്കർ ഓഡിയോ സിസ്റ്റമാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. നമുക്ക് സ്നാപ്ഡ്രാഗൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് 8155 എന്ന് പറയുന്ന വണ്ടികളൊക്കെ ഉപയോഗിക്കുന്ന ഒരു ചിപ്സെറ്റാണ് ഇതിനകത്ത് കിട്ടുന്നത്. ഇപ്പോൾ ഈ അടുത്ത് മഹീന്ദ്രയുടെ വണ്ടികൾ ഇതാണെന്ന് തോന്നുന്നു ഉപയോഗിച്ച്. പിന്നെ 540° ക്യാമറയുണ്ട്, അതും അഗൈൻ നമ്മുടെ ടാറ്റയുടെ ഹാരിയർ റിവ്യൂലൊക്കെ കണ്ട സംഭവമാണ്. സോ അങ്ങനെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലൊന്നും പ്രത്യേകിച്ച് കുറവുകളൊന്നുമില്ല. നമുക്കറിയാം ചൈനീസ് വണ്ടിയാണ്. സോ എല്ലാ ഫീച്ചേഴ്സും കൊണ്ട് തന്നെ അവർ വണ്ടി ഇറക്കുള്ളൂ. ഇപ്പോൾ ഇവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും അത് അവരുടെ ഒരു മെയിൻ ഹൈലൈറ്റ് ആണല്ലോ. അതുപോലെ തന്നെ പവർ ഓപ്ഷൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു രീതിയിലും ഒരു കുറവുണ്ടാവില്ല. ഇനി നമുക്ക് പവർ ട്രെയിൻ ഓപ്ഷൻസിനെ പറ്റി തന്നെ പറയാം. പവർ ട്രെയിൻ എന്ന് പറയുമ്പോൾ ഇത് ഇലക്ട്രിക് വണ്ടിയാണല്ലോ. അപ്പോൾ പിന്നെ ചൈനീസ് വണ്ടികളെ പിടിക്കാൻ നമുക്കറിയാം ഒരു കമ്പനിക്കും പറ്റില്ല. ഇപ്പോൾ ചൈനീസ് എന്ന് പറയുമ്പോൾ ബാറ്ററി ടെക്നോളജിയിൽ തന്നെ BYD ആണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. ഈ വണ്ടിയിൽ നമുക്ക് 2 ബാറ്ററി കൺഫിഗറേഷനാണ് ഇൻ്റർനാഷണൽ കിട്ടുന്നത്. ഒന്നൊരു 59.93 kWh, അതായത് ഏകദേശം 60 kWh ബാറ്ററി പാക്ക് എന്ന് പറയും. പിന്നെ ചില താഴത്തെ വേരിയൻസിൽ 49 kWh ബാറ്ററി പാക്കിനടുത്തും വരുന്നുണ്ടെന്ന് ഞാൻ കേട്ടു. ബട്ട് എനിവേ അതിന് മുകളിൽ നമുക്കൊരു 82 kWh ബാറ്ററി പാക്കിനടുത്തുള്ള സൈസും കിട്ടുന്നുണ്ട്. ആൻഡ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പവർ ഫിഗേഴ്സിൻ്റെ കാര്യത്തിൽ നമുക്ക് ബേസ് വരുന്നത്, അതായത് 60 kWh മോഡൽ വരുന്ന റിയർ വീൽ ഡ്രൈവ് ആണ്. അതുപോലെ നമ്മുടെ 82 kWh മോഡൽ വരുന്ന ഓൾ വീൽ ഡ്രൈവ് ആണ്.
പിന്നെ 60 kW മോഡൽ റിയർ വീൽ ഡ്രൈവ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ അസാധ്യ പവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മാത്രമൊന്നുമില്ല. 135 bhp 180 Nm ടോർക്കേ ഉള്ളൂ. അതിൻ്റെ 0 to 100 ക്ലെയിം ടൈം എനിക്കറിയില്ല. പക്ഷേ ഏതായാലും ഓൾ വീൽ ഡ്രൈവ് വണ്ടി അത്യാവശ്യം ഫാസ്റ്റാണ്. കാരണം അതിന് 212 bhp 280 Nm അടുത്ത് ടോർക്കും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 0 to 100 ക്ലെയിംഡ് ടൈം 7.5 seconds ആണ്. മറ്റേ വണ്ടി പക്ഷേ ഇത്രയും വെയിറ്റുള്ള ഇലക്ട്രിക് വാഹനം ആയതുകൊണ്ട് 135 bhp എന്ന് പറയുമ്പോൾ എന്തായാലും 10 സെക്കൻഡ് കൂടുതൽ എടുക്കും. ഇനി നമുക്ക് ക്ലെയിംഡ് റേഞ്ച് നോക്കാനാണെങ്കിൽ 60 kW വണ്ടി റിയർ വീൽ ഡ്രൈവ് ആയതുകൊണ്ട് 401 കിലോമീറ്റേഴ്സിനടുത്താണ് ചൈനീസ് സൈക്കിൾ ക്ലെയിംഡ് റേഞ്ച് വരുന്നത്. അതിനെങ്ങനെയായാലും ഒരു 300 കിലോമീറ്റേഴ്സിന് മുകളിലൊക്കെ കിട്ടേണ്ടതാണ്. ഇനി അതല്ലാതെ നമ്മൾ 82 kW മോഡൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ക്ലെയിംഡ് റേഞ്ച് അത് ഓൾ വീൽ ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ 500 കിലോമീറ്റേഴ്സിനടുത്തേ ഉള്ളൂ. അഗൈൻ ചൈനീസ് സൈക്കിളിൽ അതും 400 കിലോമീറ്റേഴ്സിന് മുകളിലൊക്കെ സുഖമായിട്ട് കിട്ടുന്നതാണ്. അത് പക്ഷേ അവർ ഓൾ വീൽ ഡ്രൈവ് അല്ലാതെ റിയർ വീൽ ഡ്രൈവിലും കൂടെ ഇവിടെ ഒരു ലോങ് റേഞ്ച് വണ്ടി കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇന്ത്യക്കാർ കുറച്ചും കൂടി ബെറ്റർ റേഞ്ച് കിട്ടിയേനെ. കാരണം ഓൾ വീൽ ഡ്രൈവ് എന്ന് പറയുമ്പോൾ ഫ്രണ്ട് മോട്ടർ ഉണ്ടാവും, അതിന് എക്സ്ട്രാ പവർ വരും. അപ്പോൾ അങ്ങനെ കുറച്ചുകൂടി റേഞ്ച് കൺസംഷൻ കൂടും. ഇത് പക്ഷേ നമുക്ക് കുറച്ചും കൂടെ റിയർ വീൽ ഡ്രൈവ് മാത്രമാണെങ്കിൽ, അതായത് സിംഗിൾ മോട്ടർ ആണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് റേഞ്ച് കിട്ടാൻ പറ്റും. ഇനി നമുക്ക് നോക്കാം അവരെന്താണ് ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോൾ പറഞ്ഞതെല്ലാം ഇൻ്റർനാഷണൽ കൺഫിഗറേഷനിലുള്ള വണ്ടികളുടെ ബാറ്ററി കപ്പാസിറ്റിയാണ്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ അത് മാറാം. അവർ ബാറ്ററിയുടെ സോഴ്സ് ചെയ്യുന്ന ആൾക്കാരെ മാറ്റാം. ചിലപ്പോൾ ഇന്ത്യയിൽ നമ്മുടെ ടാറ്റയൊക്കെ കൊണ്ടുവരുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അതായത് ചൈനീസ് സെൽസ് കൊണ്ടുവന്നിട്ട് ഇവിടെ അസംബിൾ ചെയ്താലും മതി. അപ്പോൾ ബാറ്ററി കപ്പാസിറ്റിയിൽ ചിലപ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവാം. അതൊക്കെ ഇനിയിപ്പോൾ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം ഈ സംഭവങ്ങളെല്ലാം ഇനിയിപ്പോൾ അവരുടെ പുതിയ, ഞാൻ നേരത്തെ പറഞ്ഞ ഛത്രപതി സാംഭാജി നഗർ ആ പ്ലാന്റിനകത്താണ് അസംബിൾ ചെയ്യാൻ പോകുന്നത്. ഇനി ഇതിവരുടെ എത്രാമത്തെ ലോഞ്ച് ആയിരിക്കും എന്നുള്ള കാര്യം സത്യം പറഞ്ഞാൽ ആർക്കും അറിയില്ല. കാരണം ഇവരുടെ കറക്റ്റ് പ്രൊഡക്റ്റ് ലൈനപ്പ് ഒന്നും, അല്ലെങ്കിൽ ഈവൻ പ്രൊഡക്റ്റ് ടൈം ലൈൻ ആണെങ്കിൽ പോലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് അറിയാൻ പറ്റിയിട്ടില്ല. 2026 ഓഗസ്റ്റ് മുതലാണ് ടെക്നിക്കലി ഇവരുടെ പ്ലാന്റ് ഫങ്ഷണൽ ആവുന്നത്. അതുകൊണ്ട് അത് ഇവരുടെ കാര്യങ്ങളെല്ലാം, അതായത് ഹോമോലൊക്കേഷനും സംഭവങ്ങളെല്ലാം പ്രോപ്പർ ആണെങ്കിൽ നമുക്ക് ആദ്യത്തെ വണ്ടി ഏകദേശം ഒരു സെപ്റ്റംബർ ഒക്ടോബറിൻ്റെ കൂടുതൽ തന്നെ കാണാൻ പറ്റും. അതായത് ലോഞ്ച് മിക്കവാറും അപ്പോഴായിരിക്കും. വണ്ടി അവർ അതിന് മുന്നേ ടീസ് ചെയ്ത് മറ്റേ വണ്ടി കാണിച്ചൊക്കെ തുടങ്ങുമായിരിക്കും. അതിനുശേഷം പിന്നെ നമുക്ക് 2 വണ്ടികളൂടെ കിട്ടും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ജേക്കോ J5 ആ വണ്ടിയുണ്ട്, അതുപോലെ പിന്നെ ഈ വണ്ടിയുണ്ട്, അതുപോലെ ജെറ്റോറിൻ്റെ T2 ഉണ്ട്. ഇതിനകത്ത് ഏത് വണ്ടിയായിരിക്കും ആദ്യം ലോഞ്ച് ചെയ്യുന്നതെന്ന് സത്യം പറഞ്ഞപ്പോൾ കുറച്ച് കൺഫ്യൂഷനിലാണ്. ചിലർ പറയുന്നു ഈ V23 ഐക്കാറിൻ്റെ വണ്ടിയായിരിക്കും ആദ്യം ലോഞ്ച് ആവുന്നതെന്ന്, ചിലർ പറയുന്നു നമ്മുടെ ജെറ്റോറിൻ്റെ T2 ആയിരിക്കും ആദ്യം ലോഞ്ച് ആവുന്നതെന്ന്. ഏതായാലും ജേക്കോ ആദ്യം ലോഞ്ച് ആവുന്നതിനെ പറ്റി പറഞ്ഞിട്ടില്ല. പക്ഷേ ഓട്ടോക്കാരൻ്റെ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് പറയുകയാണെങ്കിൽ ആദ്യം നമ്മുടെ ജെറ്റോറിൻ്റെ T2 ആയിരിക്കും ലോഞ്ച് ചെയ്യുന്നത്, പിന്നെ ജേക്കോ J5 ആയിരിക്കും ലോഞ്ച് ചെയ്യുന്നത്. മൂന്നാമത്തെ വണ്ടിയായിരിക്കും ഈ വണ്ടി, അതായത് ഐക്കാറിൻ്റെ V23 എന്ന് പറഞ്ഞ വണ്ടി. ഈ വണ്ടി ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു 20 lakhs താഴത്തായിട്ട് പ്ലേസ്മെൻറ്റ് പ്രതീക്ഷിക്കാം. ഈവൻ്റ് ഇത്രയും സൈസൊക്കെ ഉണ്ട്. ഐ മീൻ ലെങ്ത് അധികം ഇല്ലെങ്കിലും ബാക്കി എല്ലാ ഡയമെൻഷൻസും അത്യാവശ്യം വലുതായതുകൊണ്ട് ഇതൊരു ഇനി വരാൻ പോകുന്ന Thar ഇലക്ട്രിക് ആയിക്കോട്ടെ, അതുപോലെ നമ്മുടെ B6 അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള വണ്ടികളുടെ കോമ്പറ്റീഷനിലായിരിക്കും വരുന്നത്. അതുകൊണ്ട് കുറച്ചൊരു എക്സ്ക്ലൂസിവിറ്റി വണ്ടിക്ക് ഉണ്ടാവുമെന്ന് പറയാം. നമ്മുടെ ഒരു നോർമൽ ഇക്കണോമി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് വണ്ടി പോലെ അല്ല അവർ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ജെറ്റോറിൻ്റെ T2 ആണെങ്കിൽ പോലും പ്ലഗ് ഇൻ ഹൈബ്രിഡ് വണ്ടികൾ ഒരു 30 to 40 lakhs റേഞ്ചിൽ നമ്മൾ അധികം കണ്ടിട്ടില്ല. ഓർ ഈവൻ പ്ലഗ് ഇൻ ഹൈബ്രിഡ് വണ്ടികൾ തന്നെ ഇന്ത്യയിൽ അത്ര കോമൺ അല്ല. അതുകൊണ്ട് അതും അവർ ഇവിടെ കൊണ്ടുവരുന്ന കുറച്ചൊരു എക്സ്ക്ലൂസിവിറ്റി ആ ഒരു സംഭവം എടുത്തിട്ടാണ്. അങ്ങനെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള വണ്ടികൾ കൊണ്ടുവരികയാണെങ്കിൽ ചിലപ്പോൾ വർക്കൗട്ട് ആവും. അല്ലാതെ പണ്ട് നമ്മുടെ GM ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന പോലെ ചൈനയിൽ തന്നെ ആർക്കും വേണ്ടാതിരുന്ന വണ്ടികൾ ഇവിടെ കൊണ്ട് വെറുതെ ഡംപ് ചെയ്യാനാണ് കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഇവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഈ ഒരു മൊത്തത്തിലുള്ള ഐഡിയ തന്നെ ഫ്ലോപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇവർ ചെറിയായിട്ടാണ് കൊളാബറേറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ വണ്ടികൾ ഇറക്കാൻ. അതുകൊണ്ട് ചെറുകിട വണ്ടികളൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ഇൻ്റർനാഷണലിലേക്ക് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡാണ്. പക്ഷേ നല്ല വണ്ടികൾ നോക്കി കൊണ്ടുവരണമെന്നേ ഉള്ളൂ. ഏതെങ്കിലുമൊക്കെ വണ്ടികൾ ചുമ്മാ ഇവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വർക്കൗട്ട് ആയിക്കൊള്ളണമെന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇനിയിപ്പോൾ JSW അവരുടെ സ്വന്തമായിട്ടുള്ള വണ്ടികളുടെ ഒരു സെഗ്മെൻറ്റിൽ ചെയ്യാൻ പോകുന്നതെന്ന്. നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റി പറയുന്നത് താഴെ കമൻസിൽ പറഞ്ഞേക്കാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സസറീസ് ക്ലീൻ പ്രോഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ഞങ്ങൾ തീർച്ചയായും ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.